സ്പൈസ് ആൻഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മുടെ ഒരു ഫ്യൂഷൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളാണ്. സാലഡിന് നമ്മളൊരു ട്രോപ്പിക്കൽ ലെവലിൽ നമ്മുടെ ഒരു നാടൻ കേരള സ്റ്റൈലിലുള്ള ഫ്ലേവേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം. ചിക്കനും കോക്കനട്ട് മിൽക്ക് അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഇത്രയും ചേർത്തിട്ട്. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്താലോ. ചിക്കൻ്റെ ബ്രസ്റ്റ് ഇതേപോലെ ചെറിയ ക്യൂബായിട്ട് എടുത്തത്. ചിക്കൻ എടുക്കുമ്പോൾ 1 കിലോയുടെ താഴത്തുള്ള ചെറിയ ഒരുപാട് പ്രായമാകാത്ത ചിക്കൻ നോക്കിയെടുത്താൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 200 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് കട്ട് ചെയ്ത് ഇതേപോലെ ക്യൂബാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുന്നത്. ബാക്കി 1/4 ടീസ്പൂൺ നമ്മൾ തയ്യാറാക്കുന്ന ഡ്രസ്സിങ്ങിലേക്കാണ് ചേർക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി വളരെ ചെറുതായി അരിഞ്ഞ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കോക്കനട്ട് ഓയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ലെറ്റ്യൂസ് ആണ്. ലെറ്റ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഐസ്ബർഗ് ലെറ്റ്യൂസോ ഏതാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾ നോക്കിയിട്ട് യൂസ് ചെയ്യാം. ലെറ്റ്യൂസ് 1 കപ്പോളം ഇതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് പൊടിയായി കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ നന്നാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പകുതി കുക്കുംബർ ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 8 ചെറിയ ടൊമാറ്റോ ഇതേപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയ സവാളയുടെ പകുതി ഇതേപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, കോക്കനട്ട് മിൽക്ക് 3 ടേബിൾ സ്പൂൺ നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, 1.25 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തത്. അവസാനം മേളിൽ സ്പ്രിങ്കിൾ ചെയ്യാനായിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് അടുപ്പത്തിട്ട് ഒന്ന് വറുത്തെടുത്തതാണ്. ഒരുപാട് കരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തത്. കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുത്തത്. അപ്പോൾ നമുക്ക് വേണ്ട സാധനമെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഉപ്പും അതേപോലെ തന്നെ കുരുമുളകും കൂടി അതിൻ്റെ മുകളിൽ വിതറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എടുത്ത് വെച്ച ലെമൺ ജ്യൂസിൽ നിന്ന് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ധാരാളമായിരിക്കും. അടുത്തായിട്ട് ഡ്രസ്സിങ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ച കോക്കനട്ട് മിൽക്ക് 3 ടേബിൾ സ്പൂണിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചേർക്കുന്ന ഡ്രസ്സിങ് ആണ് ഒരു സാലഡിന് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തും അതേപോലെ തന്നെ വെജിറ്റബിൾ കഴിക്കുന്ന പോലെ അല്ലേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡ്രസ്സിങ് നമ്മൾ ട്രോപ്പിക്കൽ ടൈപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോക്കനട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 2 വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ക്രഷ് ചെയ്ത ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് വിസ്ക് ചെയ്യുക. കുറച്ചധികം നേരം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഇതിനൊരു ചെറിയ തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന് അതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് ചൂടായി വന്ന ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കന് 2 സൈഡും ഒരേപോലെ വെന്ത് കിട്ടണം. ഞാൻ നേരത്തെ പറയില്ലേ, ചിക്കൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം മൂപ്പ് കുറഞ്ഞ 1 കിലോയുടെ താഴേക്കുള്ള ചിക്കനാണെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഒരു ചെറിയ ചൂയി ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചിക്കൻ യൂസ് ചെയ്യുക. നമുക്ക് ആകെ ഒരു 6-7 മിനിറ്റ് ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം നമ്മൾ ഇതേപോലെ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മൊത്തം എടുത്തിരിക്കുന്ന 4 വെളുത്തുള്ളിയാണ്. അതിൽ 2 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. വീണ്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കുക. ഒരു 3 മിനിറ്റ് കൂടി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറ് മാറി തുടങ്ങും. ഇതിൻ്റെ കളറ് മാറി ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റാം. ചിക്കനിപ്പോൾ 7 മിനിറ്റുള്ള അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ഇതേപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് മാറ്റി വയ്ക്കാം. ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ടേസ്റ്റ് പോലെ തന്നെ പ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സാലഡ് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ലെറ്റ്യൂസിൻ്റെ ഓരോ ലെയേഴ്സ് വെച്ച് കൊടുക്കാം.
അടുത്ത ഇതിന്റെ മേളിലേക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അടുത്തത് കുക്കുംബർ. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ചെറിയ ടൊമാറ്റോ കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. മേളിലേക്ക് നമുക്ക് ഡ്രസ്സിംഗ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മേളിലേക്ക് ടോസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ച കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. സോ നമ്മുടെ ഒരു അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച